പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് എല്ലാവർക്കും സ്നേഹവന്ദനം. അനുദിന അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് പോകാം. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ അവിടെ നടന്ന ആയിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ അങ്ങയുടെ അവകാശമോഹരിമായ തിരുസഭയെ, എൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ നിൽക്കുന്ന ആശീർവാദത്തിൽ നിൽക്കുന്ന എല്ലാ മക്കളെയും, അവരുടെ ജീവിത അവസ്ഥകളെ, അവരുടെ കുടുംബങ്ങളെ, ഇന്നത്തെ ജീവിത പ്രത്യേക ചുറ്റുപാടുകളെ കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മയുടെ സാന്നിധ്യം ആ മക്കളോട് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഒരു നാമത്തിനെ ആശീർവദിക്കപ്പെടട്ടെ. നിൻ്റെ ജോലി ആശീർവദിക്കപ്പെടട്ടെ. നിൻ്റെ സാമ്പത്തിക പരാധീനത ആശ്രയിക്കപ്പെട്ടുകൊണ്ട് പരിഹാരം ഉണ്ടാവട്ടെ. നിൻ്റെ കുടുംബത്തിൻ്റെ സമാധാനത്തിന് അന്തരീക്ഷം തകർന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ആശീർവാദത്താൽ പുനഃസ്ഥാപിക്കപ്പെടുകയും സമാധാനಕ್ಕೆ സംലഭ്യമാകുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ നീയും നിൻ്റെ കുടുംബവും ആശ്രയിക്കപ്പെടട്ടെ. നിന്നോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നിൻ്റെ ജീവിത മാർഗങ്ങൾ, നിൻ്റെ ഉദ്യമങ്ങൾ, നിൻ്റെ ഉത്തരവാദിത്വങ്ങൾ, നീ സ്വകാര്യമായി ചെയ്തു തീർക്കേണ്ട ഒത്തിരിയേറെ ബാധ്യതകൾ കർത്താവിൻ്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. നീയല്ല, കർത്താവാണ് നിനക്കിവിടെ ചെയ്തതെന്ന് ബോധ്യമാകുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ നിനക്ക് ലഭിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ നാമത്തെ നിന്നെ ആശീർവദിക്കുന്നു. സഭയുടെ അധികാരത്തെ ആശീർവദിക്കുന്നു. കുടുംബത്തിൻ്റെ എല്ലാവിധ തകർച്ചകളെ അതിജീവിക്കുന്നതിനായി ഈശോയുടെ നാമത്തെ ആശീർവദിക്കുന്നു. നിൻ്റെ കുഞ്ഞുങ്ങൾ, നിൻ്റെ മക്കൾ, നിൻ്റെ മക്കളുടെ തൊഴിലിടങ്ങൾ, അവിടെ പഠന സ്ഥലങ്ങൾ, അവിടെ യാത്രകൾ, എന്തെങ്കിലും ഇഷ്യൂസ് പൊട്ടലും ചീറ്റലും കുടുംബത്തിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ, അതിൻ്റെ പേരിൽ ഭക്ഷണം കഴിക്കാതെ മുഖം കറുപ്പിച്ചൊക്കെ നടക്കുന്നവരുണ്ടെങ്കിൽ, കർത്താവിൻ്റെ ശക്തി ഈ ആശീർവാദത്തിൻ്റെ കൃപയാൽ ഈ നിമിഷം ആ വ്യക്തിയെ സ്പർശിക്കട്ടെ. ഏതെങ്കിലും ഏടാകൂടെ ബന്ധങ്ങളിൽ നീ ചെന്ന് അകപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ പേരിൽ നീ മാനസിക പീഡ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിന്നെ കർത്താവ് ഇപ്പോൾ ആശ്രയിക്കുന്നു. നിന്നെ തകർത്തിട്ടിരിക്കുന്ന, നിന്നെ വിഷമിപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ ഈ നിമിഷം നിനക്ക് അനുകൂലമായി മാറട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ കുരുക്ക് പിടിച്ച കാര്യങ്ങൾ, ചിലപ്പോൾ ബന്ധങ്ങളാകാം, ബിസിനസ്സുകളാകാം, ചിലപ്പോൾ നമ്മൾ സംസാരത്തിൽ വന്നിട്ടുള്ള പെസകളാകാം, അതുമൂലം തെറ്റിദ്ധാരണയാകാം, അതുമൂലം ഉണ്ടായിട്ടുള്ള ആശയക്കുഴപ്പങ്ങളാകാം. എല്ലാ കുരുക്കുകളും യേശുനാമത്തിൽ നീങ്ങിപ്പോട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ. നീ എന്തിനു വേണ്ടിയാണ് വേദനിച്ചത്? എന്തിനു വേണ്ടി ഇന്നലെ വേദനയോടെ കിടന്നുറങ്ങിയത്? എന്ത് ഭാരമാണ് നിനക്ക് ഇന്ന് ഉണർച്ചയിൽ, എന്ത് ഭാരതത്തിൽ ഉണർന്നു വന്നത്? ആ മേഖലയെല്ലാം നിൻ്റെ കർത്താവും രക്ഷകനും ആയ യേശു ക്രിസ്തു നിന്നെ ആശീർവദിക്കുകയും പരിശുദ്ധ അമ്മ നിനക്കൊരു മധ്യസ്ഥ വഹിക്കുകയും എല്ലാ വിശുദ്ധന്മാരും മാലാഖമാരും രക്തസാക്ഷികളും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. ഈ ആശീർവാദത്തിൻ്റെ ശക്തി നീ ഇന്നുറങ്ങാൻ വരുന്നവരെ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാകട്ടെ. ലോർഡ് ഇൻഫ്യൂസ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. നമുക്ക് ചില സമയത്ത് ദൈവത്തിൻ്റെ ചില കാര്യങ്ങൾക്ക് നമുക്ക് ഒരു വിൽ ബി ലെഫ്റ്റ് ഇൻ ദി എയർ, we will not have any source to solve it. ഒരു വിഷയം പരിഹരിക്കുന്നതിന് നമുക്ക് മുമ്പിൽ ഒരു പോംവഴിയും കാണുന്നില്ല. ചില ആൾക്കാർ പറയല്ലോ, ചാ ഒരു പോംവഴിയില്ല ചാ എന്ന് പറയലേ. ഒരു പോംവഴി ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം ഒരു വിശ്വാസ ജീവിതത്തിലില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് തന്നെ പറഞ്ഞുകൊണ്ട് ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ലൈഫ്, ഞാൻ തന്നെയാണ് വഴിയെന്ന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വഴിപ്പെടുത്തിയെടുക്കണം. ഞാൻ പണ്ട് നിങ്ങളോട് ഇതേ പന്തിയെ പറഞ്ഞിട്ടില്ലേ, ഇസ്രായേൽ രാജാവ് ഏതോൻ രാജാവും കൂടി യുദ്ധത്തിന് പോയ കാര്യം മോവാബുമായിട്ട്. അപ്പോൾ അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞത് നമ്മൾ 7,000-6,000 സൈന്യമേ ഉള്ളൂ, മോവാബ് 30,000 സൈന്യമുണ്ട്, യുദ്ധം നമ്മൾ തോക്കും. അപ്പോൾ നമ്മുടെ മക്കൾ മരിക്കും, നമ്മുടെ ഒട്ടകങ്ങൾ മരിച്ചു. ഓൾറെഡി ഒട്ടകങ്ങൾ വെള്ളമില്ല ചത്തുകൊണ്ടിരിക്കണം, നമുക്കും വെള്ളം കിട്ടണില്ല. തിരിച്ചു പോകാം എന്ന് പറയുമ്പോൾ, തിരിച്ചു പോകണ്ട എന്ന് പറയുന്നതിന് ഒരു ന്യായം എന്താ പറയണത്? 2 രാജാക്കന്മാർ 3:15 വായിച്ചേ. ഒരു ഗായകനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. പോകണ്ടെന്ന് ന്യായം പറയണത്. എലീഷ അവിടെ ഒരു ദൈവത്തിൻ്റെ സ്വരം കേൾപ്പിക്കുന്ന ഒരാളെ അവരന്വേഷിച്ചപ്പോൾ എലീഷ ആ പ്രവിശ്യയിലുള്ള ആളാണ്. എലീഷയെ വിളിപ്പിച്ചു. എലീഷയോട് പറഞ്ഞു, ഞങ്ങൾ ജയിക്കുമോ? പോകണോ യുദ്ധത്തിന്? യുദ്ധം ചെയ്തില്ലേ അവർ നമ്മളെ കൊല്ലും, യുദ്ധം ചെയ്താലും കൊല്ലും, പൊരുതി വെക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പം തന്നെ വെള്ളമില്ലാതെ കഴുതകളും ചത്തു, ഒട്ടകവും ചത്തു, വല്ലാത്ത അവസ്ഥയാണ് എന്നൊക്കെ പറയുമ്പോഴേ
പുള്ളിക്കാരൻ പറയുന്നൊരു വാക്കുണ്ട്, ഇതാണ് ഒരു ഗായകനെ എൻ്റെ അടുത്ത് കൊണ്ടുവരൂ എന്നാ പറയണത്. ഗായകൻ പാടിയപ്പോൾ കർത്താവിന്റെ ശക്തി എലീശായുടെ മേൽ ആവസിച്ചു. അതായത് ഗായകൻ അവിടെ ചെയ്തിരിക്കണെന്ന് വെച്ചാൽ ശക്തി എങ്ങനെ ജനറേറ്റ് ചെയ്തത്? ശക്തി ജനറേറ്റ് ചെയ്യണത് ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിയുമ്പോഴാണ്. ദൈവം സ്നേഹമല്ലേ? അപ്പം ആ സ്നേഹത്തെ നമ്മൾ മഹത്വപ്പെടുത്തണമെങ്കിൽ നമുക്ക് വിശ്വാസവും പ്രത്യാശയും സ്നേഹവും വേണം. ഇതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിഞ്ഞാൽ ഉടനെ ദൈവത്തിൻ്റെ സത്തയിൽ ദൈവം ശക്തിയാണ്, സ്വരൂപത്തിൽ സ്നേഹമായത് കാരണം ഈ സ്നേഹത്തെ നമ്മൾ മഹത്വപ്പെടുത്തി കഴിയുമ്പോൾ ശക്തി അപ്ലോഡ് ചെയ്യും. അതാണ് കർത്താവ് പറയണത്. അത് വിശ്വാസം കാണിച്ചാലും മതി. കർത്താവ് പറയണില്ലേ 8:46 ലൂക്കാസ് വിശേഷത്തിലില്ലേ, യേശു പറഞ്ഞു ആരോ എന്നെ ആ രക്തസാക്കാരിയുടെ കാര്യമാണത്. ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു. അതേ ഉള്ളൂ. അതായത് ദൈവം സ്വരൂപത്തിൽ സ്നേഹവും സാരാംശത്തിലും സത്യയിലും ശക്തിയുമാണ്. അപ്പം ഈ ദൈവത്തെ സ്നേഹിച്ച് കഴിയുമ്പോൾ നമ്മളൊക്കെ അപ്ലോഡ് ചെയ്തു വരുന്നത് ശക്തിയായിരിക്കും. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കാനും മഹത്വപ്പെടുത്താനുള്ള മീൻസ് എന്ന് പറയുന്നത് എന്താണത്? ആക്ടിവിറ്റി പ്രിൻസിപ്പിൾ എന്താണ്? ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റി. അപ്പോൾ ആ രക്തസ്രാവക്കാരി ചെയ്തത് എന്താണ്? അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിച്ചാൽ താൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചു. ഉള്ളിൽ അവൾ കൈയും കാലും എടുത്ത് പ്രാർത്ഥിച്ചില്ല, ബഹളം ഉണ്ടാക്കില്ല, സ്തുതിച്ചില്ല, ഒന്നും ചെയ്തില്ല. ജസ്റ്റ് റിമൈൻഡ് ജീസസ്. ഈശോയെക്കുറിച്ച് ഒരു വിചാരം മാത്രം. എന്താണ്? ഞാൻ സുഖം പ്രാപിക്കുമെന്ന്. അവരുടെ ഉള്ളിലിരിപ്പാണ് ആ വിശ്വാസം. അപ്പം തന്നെ പവറടിച്ചു. ഇപ്പോഴും ഇയാൾക്ക് ഈ എലീഷയ്ക്ക് പവറടിക്കണേ എങ്ങനെയാണ്? ഗായകൻ പാടിയപ്പോൾ എലീഷയിലേക്ക് പവറടിച്ചു. അപ്പോൾ ഒരു പാട്ട് നിസ്സാരം. ഇപ്പം നിങ്ങൾ കുടുംബ പ്രാർത്ഥനയൊക്കെ ഇല്ലേ, കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ചിലരും ചാടി വീണ് ഉടനെ മൊബൈലെടുത്ത് ഓൺ ചെയ്യണില്ലേ? ചില മുണ്ണകൾ കുടുംബ പ്രാർത്ഥന ഇടയ്ക്കും മൊബൈലെടുത്ത് ഓൺ ചെയ്യും. അവൻ്റെ കൈയൊക്കെ തളർന്നു പോകാതിരുന്നത് അത്രയും നല്ലതാണ്. അതായത് ദൈവത്തിൻ്റെ മുമ്പിലാണ് അവൻ വിട്ടുവീഴ്ച കാണിക്കുന്നത്. ചിലവന്മാർ കുർബാന കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വിളിച്ചതെന്ന് പറഞ്ഞാൽ ഉടനെ ചാടിപ്പോവും, പുറത്തേക്ക് മൊബൈൽ കൊണ്ട് പോകും. അഭ്യാസമാണ്, വിവരമില്ലായ്മയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പത്വമാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ദിവ്യകുർബാനയിൽ കർത്താവ് ഇരിക്കുമ്പോൾ ഇവന് അതിനേക്കാൾ വലുതാണ് വേറെ ആരാണ്ടെന്ന്. ആരാണ്ട് വായ നോക്കി വിളിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ ഇവനൊക്കെ നിന്നെ വിളിച്ച ആൾക്കാർക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ എന്ത് വിലയുണ്ട്? ഒരു വിലയുമില്ല. ദൈവത്തിൻ്റെ മുമ്പിലുള്ള വില നോക്കിയിട്ട് വേണം നീ ബാക്കിയുള്ള തീരുമാനം എടുക്കാൻ. ആര് വിളിച്ചാലും അവിടെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം, വരട്ടെ, കർത്താവ് തീരുമാനിക്കണം, നടക്കും. കർത്താവിനേക്കാൾ വലിയ കമ്പനിയിലല്ല. ഇൻ്റർവ്യൂ ആണെന്നാണ് പറയണത്. അപ്പോൾ നീ ഒരു നിലപാടെടുക്കണം. നിൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള സമയമായിരുന്നത്. നിൻ്റെ റിസൾട്ടിനേക്കാളും നിൻ്റെ കമ്പനി ഇൻ്റർവ്യൂവിനേക്കാൾ വലിയവരാണ് ദൈവം എന്ന് നിനക്ക് പറഞ്ഞു തരാൻ പരിശുദ്ധാത്മ വേണമായിരുന്നു. അതിനെ കർത്താവ് പറയണത് സഹായകനെന്ന്. യോഹന്നാൻ 14:26 എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. എന്താ കാര്യം എന്നറിയാവോ? ഈ സഹായകൻ ഇല്ലാത്ത കൊണ്ടാണ് കുർബാനയ്ക്ക് വരും, പക്ഷേ ആരെങ്കിലും വിളിച്ചാൽ മൊബൈൽ വന്നാൽ റിങ് അടിച്ചാൽ അപ്പത്തെ ചാടി പുറത്ത് വീഴും. എന്താ കാര്യം? അത് നീ കർത്താവിൻ്റെ മുമ്പിൽ നിന്നെ വിളിക്കുന്ന കമ്പനിയേക്കാളും ഇൻ്റർവ്യൂവിനേക്കാളും റിസൾട്ടിനേക്കാളും വലിയവൻ്റെ മുമ്പിലാണ് നീ നിൽക്കണതെന്ന് നിനക്ക് പറഞ്ഞു തന്ന് സഹായിക്കാൻ ആരുമില്ല. അതായത് നീ പരിശുദ്ധാത്മാവ് ഇല്ലാത്തവനായതുകൊണ്ടാണ് ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് വരുന്നൊരു മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നീ എന്താ ചെയ്യേണ്ടത്? സങ്കടപ്പെട്ട് കാര്യം മനസ്സിലാക്കിയിട്ട് മുട്ട എന്ന് മനസ്താപം ചെല്ലണം. നീ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും നീ കാര്യം മനസ്സിലാക്കിയ കർത്താവെ അറിയാതെ പെട്ടെന്നുള്ള ധൃതിക്ക് ചെയ്തു പോയതാണ് ഈശോയെ, എൻ്റെ ദൈവം ഏറ്റവും നല്ലവനും എല്ലാത്തിനും പ്രിയ സ്നേഹിക്കപ്പെടും. റെക്ടിഫൈ ചെയ്യണം, ഉടനെ റെക്ടിഫൈ ചെയ്യണം. മനസ്സാപരണം ഭയങ്കര പ്രാർത്ഥനയാണ് ശരിക്കും പറഞ്ഞാൽ. അറിയാൻ പാലാത്തവർ കൃപാസനത്തിൽ വരുമ്പോൾ പഠിക്കും. അത് എല്ലാവരും പഠിക്കുകയെ അങ്ങനെയല്ല. ഞങ്ങളിവിടെ കുർബാന സ്വീകരിക്കണ മുമ്പ് മനസ്സാപരണം ചെല്ലും. കാര്യം എൻ്റെ ജീവിതത്തിൽ അതിനേക്കാൾ വലിയൊരു പ്രാർത്ഥന ഞാൻ കണ്ടിട്ടില്ല. കർത്താവിൻ്റെ പ്രാർത്ഥന ഉണ്ട്, അത് നമുക്ക് ഇതിനായിട്ട് മനുഷ്യൻ എഴുതിയ പ്രാർത്ഥനകൾ ഏറ്റവും നല്ലതാണ്. മനസ്സാപരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായി. വേണ്ട അവിടെ വന്നില്ലേ, ഇൻ്റർവ്യൂവിനേക്കാൾ ടെസ്റ്റിനേക്കാളും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനാണ്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് മനസ്താപം വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ മനസ്താപോടല്ല, മനസ്താപമാണൊരു മനുഷ്യൻ്റെ ആധ്യാത്മികതയുടെ ഒരു ആസ്തിഭദ്രത. നിനക്ക് മനസ്താപം ഉണ്ടോ? നിനക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കാൻ പറ്റും. അയാൾ പ്രാർത്ഥിച്ചില്ലേ? ആരാണ്? കർത്താവെ അബദ്ധം പറ്റിപ്പോയി, എന്നാലും നിൻ്റെ തിരുസന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ എന്ന് പ്രാർത്ഥിച്ചില്ലേ? ദാവീദ്
അതുപോലെ തന്നെ മനസ്താപത്തിന് പ്രസൻസ് ഫീൽ ചെയ്യിക്കാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ മക്കൾ ദൈവതിരുസന്നിധിയിൽ എന്ത് സഹായകനായ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമുക്ക് മനസ്താപം തരേണ്ടത്. പരിശുദ്ധാത്മാവ് ഇല്ലാത്തത് കൊണ്ടാണ്, സഹായം ഇല്ലാത്തത് കൊണ്ടാണ് ചാടിപ്പോണത്. മനസ്താപം ഇല്ലാത്തതും പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ഒന്നുമില്ല. അതാണ് സംഭവം. മനസ്താപം ഉണ്ടാകത്തിന് സഹായവും കിട്ടത്തില്ല. അത് ഭയങ്കര സീരിയസ്. അതുകൊണ്ട് ആത്മാവിനെ നേടാൻ നല്ലത് പശ്ചാത്താപമാണ്. അതാണ് ഞങ്ങൾ ഈ അമ്മയുടെയൊക്കെ ഞങ്ങൾ എപ്പോഴും മാറാൻ നിൽക്കേണ്ട കാര്യത്തിൽ എല്ലാ വിളക്കും കെട്ടാലും കെടാത്തൊരു വിളക്കാണ് അമ്മ. അമ്മേ, പരിശുദ്ധാത്മാവ് പോയ പോലെ തോന്നണം, എനിക്ക് വേണ്ടി ഒന്ന് മധ്യസ്ഥം വഹിക്കണേ എന്ന് പറഞ്ഞാൽ അമ്മ ആ സമയത്ത് നമുക്കൊരു മധ്യസ്ഥം വഹിക്കും. അതാണ് മരിയൻ മധ്യസ്ഥയുടെ ശക്തി. ഒരു കാലം കരിസ്മാറ്റിക്കിൻ്റെ വലിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ? മേമ്പടി പോലെ അച്ചാർ പോലെ അമ്മയെ സൂക്ഷിച്ചിരുന്ന കാലം. എന്താ പറ്റി? എല്ലാ ധ്യാനഗുരുക്കന്മാരും പോലെ പശ്ചാത്തപിച്ചിട്ടുണ്ടല്ലോ. പരിശുദ്ധ അമ്മയെ കുറേ കാലം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയെന്നും പറഞ്ഞു. യേശുവിന്റെ രക്ഷകനോട് സാധനം തലക്കടിച്ച് കയറിയിട്ട് അവസാനം മാധ്യസ്ഥം മറന്നുപോയി. എല്ലാത്തിനും പരിശുദ്ധാത്മാവരെ കെട്ടുപോകുന്ന സമയമുണ്ടായ കെട്ടുപോകാത്തൊരു വിളക്കാണ് പരിശുദ്ധാത്മ. അതാ വീട്ടിലുണ്ടെങ്കിൽ എപ്പോഴും കരകയറാൻ പറ്റും. ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ. ഓൺലൈനിലും പ്രാർത്ഥന കൂടുന്ന പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുവാൻ ദൈവം കനിഞ്ഞരുളുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അമ്മേ, പരിശുദ്ധ അമ്മേ, എല്ലാ മക്കൾക്കും വേണ്ടി തകർന്ന കൊറോണ മൂലം എല്ലാ തകർച്ച, സാമ്പത്തിക തകർച്ച, മാനസിക തകർച്ച, ജീവിത തകർച്ച, എല്ലാ തരത്തിലും വേദനിച്ച് അങ്ങയെ നാഥനും രക്ഷകരുമായി ഏറ്റു പറഞ്ഞുകൊണ്ട് കണ്ണീരൊഴിപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ സ്വർഗത്തിന്റെ കരുവ് ചൊരിയണമേ, സ്വർഗത്തിന്റെ കരുവായിരുന്ന കർത്താവിന്റെ കൃപ ചൊരിയണമേ. ശ്രുതികടെ എല്ലാവരും ഇരിക്കുക സന്തോഷത്തോടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വീണ്ടും സ്തുതിക്കട്ടെ. കർത്താവിന്റെ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് നേരിട്ട് പ്രാർത്ഥിക്കുന്നവര് കർത്താവെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. സ്നേഹരൂപ വന്ദനം, ദേവന്ദനം, ജീവാത്മാവേ, സത്യാത്മാവേ, ആരാധിച്ചു നമിക്കുന്നേ. ജീവാത്മാവേ, സത്യാത്മാവേ, ആരാധിച്ചു നമിക്കുന്നേ. സ്നേഹതാര, സ്വർഗതാര, വന്ദനം, പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും, കൂടാരത്തിലുള്ള എല്ലാവരും ഭാഷാപരത്തോടെ സംസാരിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ അഭിലഷിക്കുകയാണ്. ഒരിക്കലെ മാസ്റ്റർ പറഞ്ഞ ഒരു വാക്കാണ്. അതുപോലെ കൃപാസനത്തെ സ്തുതിക്കുന്ന ഓൺലൈനിലും വിവിധ ഭൂഖണ്ഡങ്ങളിലും ഇപ്പോൾ കൃപാസനത്തെ സന്നിഹിതരായിരിക്കുന്ന മക്കളും എല്ലാവർക്കും, കുറച്ച് പേർക്ക് അനുഗ്രഹം പറഞ്ഞ് സാക്ഷ്യം പറയുകയല്ല, എല്ലാവരും യേശുവിൻ്റെ അനുഗ്രഹം പ്രാപിക്കണമെന്നാണ് സുവിശേഷത്തിൻ്റെ ഒരു ലക്ഷ്യം. എല്ലാവരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന തിമോത്തി ലേഖനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് മനസ്സിലാകും. എല്ലാവർക്കും ഈ അനുഗ്രഹം കിട്ടണം. ദാറ്റ് മീൻസ് എല്ലാവരും
കർത്താവിലൂടെ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹത്തിന് അർഹരാണ്. പ്രാർത്ഥിക്കുക. കർത്താവേ, പരിശുദ്ധ ആത്മാവിന്റെ നിറവിലെ പരിശുദ്ധ പിതാവിൽ നിന്ന് ദൈവപിതാവിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച ഈശോയിലൂടെ ലോകത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ലഭിക്കാൻ ഈ നിമിഷം ഞങ്ങളെ ശുശ്രൂഷയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ശുശ്രൂഷയിലായിരിക്കും ഓരോ മക്കളുടെയും മനസ്സിന്റെ പ്രാർത്ഥനകൾ കർത്താവേ, അവരുടെ മുമ്പിൽ സമർപ്പിച്ച പ്രാർത്ഥനകൾ കർത്താവേ, തീരാ രോഗികളുണ്ട് കർത്താവേ, ഭവനരഹിതരുണ്ട് കർത്താവേ, കുടുംബ സമാധാനമില്ലാതെ വിഷമിക്കുന്നവരെ, സന്താനമില്ലാതെ വിഷമിക്കുന്നവരെ, കിടപ്പാടമില്ലാതെ വിഷമിക്കുന്നവരെ, ചേർന്ന് പാടാം. ദൈവസ്നേഹത്തോടെ പാടാം. ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നലെ ഇവിടെ ഒരു നല്ല സാക്ഷ്യം കേട്ടായിരുന്നു. എല്ലാ ദിവസവും ഇവിടെ സാക്ഷ്യം പറയും, ഇന്നും സാക്ഷ്യം പറയും. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പ്രൊഫസർ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞത് ഞാൻ എല്ലാ കൂട്ടായ്മയിലും പറയുന്നുണ്ടത്. കാരണം അവർ പറഞ്ഞ ഇതാണ്: ലോകത്തിലെ എല്ലാ ദിവസവും ദൈവസാക്ഷ്യം കേൾക്കുന്ന, ദൈവാനുഭവ സാക്ഷ്യം കേൾക്കുന്ന ഒരിടമാണ് കൃപാസനമെന്ന്. പ്രൈസ് ദി ലോർഡ്. അത് സത്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമാണെന്ന് പറയാൻ കാരണം ഈ ലോക്ക്ഡൗൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ആരും പുറത്തിറങ്ങാത്ത ഒരു കാലത്തിൽ പോലും ആ 450ഓളം ദിവസങ്ങൾ ഇവിടെ 1000 സാക്ഷ്യങ്ങളാണ് നമ്മൾ യൂട്യൂബിൽ നിങ്ങളുടെ ദൈവാനുഭവം പരിപോഷിപ്പിക്കാൻ വേണ്ടി ഇട്ടത്. 1000 സാക്ഷ്യങ്ങൾ. അപ്പോൾ ഒരു യൂട്യൂബിൽ ഒരു ലോക്ക്ഡൗൺ കാലത്ത് ഒരു ശുശ്രൂഷ ഒരിടത്ത് നടക്കാത്ത മനുഷ്യന് പോലും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു കാലത്ത് 1000 സാക്ഷ്യം യൂട്യൂബ് നോക്കിയാൽ 1000 സാക്ഷ്യം. എല്ലാം ഓൺലൈനിൽ, ഈ നമ്മുടെ ഓൺലൈൻ ഉടമ്പടി ധ്യാനം, ലൈറ്റൊക്കെ അതിൻ്റെ പേർ റിക്വസ്റ്റ്, അങ്ങനെയുള്ള എല്ലാ ഓൺലൈൻ ശുശ്രൂഷകളിലൂടെയും. പിന്നെ ഈ അൾത്താറയിൽ ഒരിക്കലും വെളിച്ചം കെട്ടുപോയിട്ടില്ലായിരുന്നു. ഞങ്ങളെല്ലാ ദിവസവും തന്നെ ആരാധന ഉണ്ടായിരുന്നു. അത് വലിയൊരു ഭാഗ്യമാണ്. ജനങ്ങളിവിടെ ഇല്ല, അവർക്ക് വരാൻ പറ്റുന്നില്ലെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ഓൺലൈനായിട്ട് ആരാധന ഈ 450 ദിവസം ഉണ്ടായിരുന്നു. വീട്ടിലൊരു ദിവസക്രാരി, അങ്ങനെ ഓരോരോ പേരിൽ ലണ്ടൻ ലഞ്ച്, പിന്നെ നന്നയപ്പം, ഇങ്ങനെ ഓരോരോ പേരിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് ഈ 500 ദിവസങ്ങളിലും ആരാധനയുടെ തിരികൾ ഇവിടെ അണഞ്ഞു പോയില്ലായിരുന്നു. അത് വലിയൊരു ഭാഗ്യമാണ്. അതിന് ഒരു സ്വസ്ഥക്കാഴ്ച പോലും ഇല്ലാതെ മീഡിയ മുഴുവനും സ്വസ്ഥമായിട്ട് വർക്ക് ചെയ്തപ്പോൾ 10-70 ലക്ഷം രൂപ, 20 സ്റ്റാഫാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കൃപാസന അടച്ചിട്ടില്ലായിരുന്നു. 20 സ്റ്റാഫ് ഡെയിലി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ 10 പേരും ഫോൺ എടുക്കാൻ വേണ്ടിയായിരുന്നു. വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളുടെ കണ്ണുനീര് എല്ലാം പ്രാർത്ഥനയാക്കി രാവിലെ 9 മണി തൊട്ട് ഇരിക്കും ഫോൺ അറ്റൻഡ് ചെയ്യും. ഒരു ഫോൺ പോലും താഴത്ത് വെക്കാൻ പറ്റുന്നില്ലായിരുന്നു. 800 പ്രാർത്ഥനാ അപേക്ഷകളാണ് നമുക്ക് 5 മണിയാകുമ്പോൾ ഉള്ളിൽ കിട്ടുന്നത്. 800 പ്രാർത്ഥന. അപ്പോൾ 800 പ്രാർത്ഥനാപേക്ഷകളും ഈ ഫോണിലൂടെ വന്നതാണ്. ദാറ്റ് മീൻസ് 80 പേരെങ്കിലും ഒരു ഫോണിൽ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ വിളിച്ച 10 ഫോൺ വഴി 800 കിട്ടി. 800 പ്രാർത്ഥനാപേക്ഷകൾ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ ജനങ്ങളുടെ ലോകങ്ങളിലുള്ള എല്ലാ ജനങ്ങളുടെയും കണ്ണീരും അപേക്ഷകളും പ്രാർത്ഥനകളും അൾത്താറയിൽ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ട് പിന്നെ 1.5 മണിക്കൂർ ആരാധിക്കും. അപ്പോഴേ 7 മണി വരെ ശുശ്രൂഷ അപ്പം തീർന്നില്ല. അതായത് 9 മണിക്ക് തുടങ്ങുന്ന ശുശ്രൂഷ, ഫോൺ ശുശ്രൂഷ ആരാധനയോടുകൂടി അവസാനിക്കുകയും അത് ഈ 450-500 ദിവസങ്ങളിലും ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല.
അത് അമ്മ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കൈയടിച്ച് അമ്മയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധമായ മാധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അനേക കാര്യങ്ങളിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയുടെ മധ്യസ്ഥതയ്ക്ക് നന്ദി പറയുന്നു. യേശുവേ ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ ഒരുമിച്ചൊരിക്കൽ കൂടി. ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നലെ ഒരു സാക്ഷ്യം, ഒരു വളരെ ഇപ്പം ഞാനെപ്പോഴും അൾത്താറയിൽ എടുക്കുന്ന സാക്ഷ്യം എന്ന് പറയുന്നത്, സാക്ഷ്യങ്ങൾ ഒത്തിരി കേൾക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉടമ്പടിയുടെ തനി സ്വഭാവം കാണിക്കണ ചില സാക്ഷ്യങ്ങളുണ്ട്. കാര്യം ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ ചിലർക്ക് കിട്ടുമ്പോൾ ഒരു 50% ഉടമ്പടി സ്വഭാവം ഉണ്ടാവും, ചിലപ്പോൾ 75% ഉടമ്പടി സ്വഭാവം ഉണ്ടാവും, 100% ഉടമ്പടി സ്വഭാവം ഉണ്ടാകുന്ന സാക്ഷ്യങ്ങൾ. അതാണ് അച്ഛൻ അൾത്താറയെ സെലക്ട് ചെയ്യണത്. അല്ലാത്തത് യൂട്യൂബിൽ ഇടും നിങ്ങൾക്ക് കാണാൻ, കേൾക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി. ഇപ്പോൾ ഇന്നത്തെ സാക്ഷ്യം പ്രജിത എലിസബത്ത്, വെള്ളൂരിൽ നിന്ന്, പാമ്പാടിയിൽ നിന്ന് വന്നൊരു സഹോദരിയാണ് പ്രജിത എലിസബത്ത്. അവരുടെ സാക്ഷ്യം, അവർ കയറി വന്നപ്പോൾ തന്നെ നമുക്കറിയാം ആ സാക്ഷ്യത്തിൻ്റെ അൾത്താരയ്ക്ക് അതിൻ്റെ ഫീലിംഗ്. ഇപ്പോൾ ഞാൻ അൾത്താറയുന്നതുകൊണ്ട് ഇപ്പോൾ കൗൺസിലിംഗ് എല്ലാ ദിവസവും കൗൺസിലിംഗ് ഉണ്ടല്ലോ, അൾത്താറയുന്നാണ് ചെയ്യണത്. കാര്യം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ 1 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റാണ് നമ്മൾ തമ്മിൽ സംസാരിക്കാൻ ദൈവം ഇടവരുത്തണമെങ്കിൽ ആ 1 മിനിറ്റിനുള്ളിൽ അമ്മ നിങ്ങളെ ഏറ്റെടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താറയിൽ തന്നെ 10,000 ആൾക്കാർ പ്രാർത്ഥിച്ച ബലിപീഠത്തിൽ അൾത്താറയിൽ നിന്നുകൊണ്ടാണ് ആൾക്കാരോട് സംസാരിക്കുന്നത്. ഇപ്പോൾ കൗൺസിലിങ്ങിന് പണ്ട് അങ്ങനെയല്ലായിരുന്നു, ഇരുന്ന് സംസാരിക്കുമായിരുന്നു, ഒരാളിന് അരമണിക്കൂറൊക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും അൾത്താറയിൽ വരുമ്പോൾ 1 സെക്കൻഡ് അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്ന് ആ വിഷയം കേട്ട് അമ്മയ്ക്ക് സമർപ്പിച്ച് ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ, അതുകൊണ്ടാണ് എല്ലാ ദിവസവും തന്നെ നമുക്ക് അൾത്താറയിൽ പ്രാർത്ഥനാ കൗൺസിലിംഗ് ഉള്ളത്. ഇപ്പോൾ കുറച്ച് കയ്യിലെ നീരൊക്കെ ഇറങ്ങി ഇപ്പോൾ ഒരാഴ്ച മുഴുവൻ നിൽക്കുന്ന കാരണം പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് വ്യത്യാസം ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. അത് പക്ഷേ അത് ഞാൻ പറയാം നിങ്ങളോട്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, ഈ സാക്ഷ്യം ഇവരിങ്ങനെ പറയുമ്പോൾ തന്നെ അൾത്താറയിൽ എൻ്റെ വൈബ്രേഷൻ വരും. കാര്യം ദൈവ അരൂപി പ്രവർത്തിക്കുന്ന സമയത്ത് വൈബ്രേഷൻ ഉണ്ടാകും, നിങ്ങൾക്കുണ്ടാവും. ഇപ്പോൾ ചിലരുടെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് തന്നെ ഒരു സഹോദരി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അവരുടെ കഴിഞ്ഞ ദിവസം ഇന്നലെ അത് വേറൊരു സാക്ഷ്യമാണ്, അവരുടെ മുതുകത്ത് നീരിങ്ങനെ സഞ്ചി പോലെ തൂങ്ങിക്കിടക്കുകയാണ്. അങ്ങോട്ടും ഇല്ല, ഈ നീര് ഇങ്ങോട്ടും ഇല്ല, കുത്തുവെക്കാനും പറ്റണില്ല, തൈലം പെരട്ടുകയും പറ്റണ ഒന്നുമില്ല, മുതുകത്ത് ഇങ്ങനെ സഞ്ചി പോലെ തൂങ്ങിക്കിടക്കും. അപ്പോൾ നമുക്ക് പോകുമ്പോൾ അനുസരിച്ച് എന്ത് തൂങ്ങിക്കിടക്കണം, സഞ്ചി പുറകെ ഇട്ടിരിക്കണമെന്ന് തോന്നും. പക്ഷേ ഈ സമയത്ത് ഇതുപോലെ നിങ്ങൾ ഈ ആരാധന സമയമില്ലേ, ഈ സമയത്ത് സാക്ഷ്യങ്ങൾ കുറേ ഉണ്ട് ആൾക്കാർ പറഞ്ഞത്. അതായത് ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറയുന്ന ദർശനങ്ങളില്ലേ, അത് കർത്താവ്, ഞാൻ വെറുതെ ഇങ്ങനെ പറയത്തില്ല, എനിക്ക് കർത്താവ് സൂചന തന്ന് എൻ്റെ മനസ്സിന് ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ പറയത്തുള്ളൂ. അല്ലെങ്കിൽ അത് കളത്തരായി പോകും. കളത്തരല്ല, അതൊരു ദൈവനിശ്ചയം പ്രകാരം ആയിരിക്കത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ദർശനം ദൈവം തരത്തില്ല. അതാണ് അങ്ങനെ പ്രശ്നം. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ആന്തരിക ബോധ്യം കിട്ടിയാൽ മാത്രമേ ഞാനത് അനൗൺസ് ചെയ്യത്തുള്ളൂ. കാര്യം ഇത് ഒരു 10,000 പേര് ഈ ഓൺലൈനിലുണ്ടല്ലോ ഇപ്പോഴേ, ഇത് കേട്ടോണ്ടിരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഈശോ ഒരു മുതുക് കാണിച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞ്, മുതുകിന് എന്തോ ഭാരമുള്ളയാളെ ഇപ്പോൾ ഈശോ സുഖപ്പെടുത്തണുണ്ടെന്ന് പറഞ്ഞു. ആ പറയുന്ന സമയത്ത് തന്നെ ഈ സ്ത്രീയുടെ മുതുക് ഇങ്ങനെ ചൊട്ടിപ്പോകും. ഇത്രയും ആരാണ് ഇപ്പോൾ ആരാധന എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ ഞങ്ങൾ പാടുകയില്ലേ, ഞങ്ങൾ പാടുമ്പോൾ ഇത്ര നല്ല ദൈവത്തോട് ഞാൻ നന്ദി. അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ അത് ഭയങ്കര 100% ഉണ്ട്. ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊരു പാട്ടല്ല, ഇത് പ്രാർത്ഥനയാണ്. നിങ്ങൾ കൃപാസനത്തിലെ ഒരു സംഭവം ഞങ്ങൾ പാട്ട് പാടാറേ ഇല്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്
അത് പാട്ടാക്കി മാറ്റുമെന്നേ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴും പാട്ട് കേൾക്കേണ്ട കാര്യം ഇതാണ്. ആരാധന കൂടെ കാര്യം ആരാധന വേറെ പാട്ട് വേറെ അങ്ങനെ ഒരു കച്ചേരി പരിപാടിയില്ല. മറിച്ച് ആരാധനയിൽ വരുന്ന ദൈവസ്നേഹം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ജനങ്ങൾക്കത് ഏറ്റവും വളരെ സിമ്പിൾ ട്യൂണാക്കി കൊടുത്തിട്ട് അവർക്കത് അനുഭവം പ്രാർത്ഥനയുടെ അനുഭവമാക്കി മാറ്റാനാണ് ഈ പലപ്പോഴും നമ്മുടെ പാട്ടുകളെല്ലാം വളരെ ഞാനൊരു സംരക്ഷണം കൊണ്ടിരുന്നുകൊണ്ട് കുറേ നേരം പ്രാർത്ഥിച്ച് നോക്കിയിട്ടാണ് കുറേ പാട്ടുകളെ തിരഞ്ഞെടുത്തിട്ട് അതിനെ കളയും. അവസാനം അഭിഷേകം ഉള്ളതിനെ മാത്രം എടുക്കും. അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണത്. അല്ലാതെ പെട്ടെന്നിങ്ങനെ ഒരു സ്ക്വയർ പാടാനല്ല. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ പാട്ട് കേൾക്കുമ്പോൾ കർത്താവ് എന്നെ സ്പർശിക്കുന്നുവെന്നുള്ള ബോധ്യത്തിൽ അതേ രീതിയിൽ ആഴമായിട്ട് ഞാൻ പാടുകയല്ല, ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത്. ഞാൻ പ്രാർത്ഥിക്കണ ഈ സമയത്ത് കർത്താവ് എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ ഏത് വൻകരയിലാണ് എൻ്റെ മക്കളുള്ളത്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അത് ഞാനിപ്പോൾ ആരാധന വെച്ചിരിക്കുകയാണ്. ആ മക്കളെ ഇപ്പോൾ ഈശോ സ്പർശിക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ, അതുപോലെ ശ്രദ്ധിക്കട്ടെ. കർത്താവിൻ്റെ വലിയ തിരുമുറപാർന്ന് മറന്നു തരാം, ആണിപ്പതാർന്ന് മറന്നു തരാം. അത്ഭുതങ്ങൾ ഇപ്പോൾ സ്പർശിക്കണമേ. വിശി അടിക്കണമേ കൊടുങ്കാറ്റ് പരിശുദ്ധാത്മാവേ, വിശി അടിക്കണമേ കൊടുങ്കാറ്റ് പരിശുദ്ധാത്മാവേ, വിശി അടിക്കണമേ കൊടുങ്കാറ്റ്. എല്ലാവരും ചേർന്ന് പാടിക്കൊണ്ട് ജീവിതത്തിൽ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ഓൺലൈനിൽ ശ്രദ്ധിക്കുക, ഓൺലൈനിൽ ശ്രദ്ധിക്കുക. കൈ നെഞ്ചത്ത് നിന്റെ മുമ്പിൽ പക്ഷാപത്തിൽ ശ്രദ്ധിക്കട്ടെ. പക്ഷാപത്തിൽ